എൻ്റെ പേര് അനീഷ് എന്നാണ്. മണ്ണാർക്കാടാണ് സ്വദേശം. ഒരുപക്ഷെ മണ്ണാർക്കാടാണ് ജന്മദേശം എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ മണ്ണാർക്കാട് എൻ്റെ പോറ്റമ്മയാണ്. എന്നെ ഞാനാക്കിയത് മണ്ണാർക്കാടാണ്. ഇപ്പം മലയാള സർവകലാശാലയിൽ സംസ്കാര പൈതൃക പഠന വിഷയത്തിൽ ഗവേഷകനാണ്. നാടൻപാട്ടിൽ ഏതാണ്ടൊരു 10-15 വർഷത്തോളമായിട്ട് ഉണ്ട്. അതിൽ കുറേ കൂടുതൽ പാടുക എന്നുള്ളതിനൊപ്പം തന്നെ കുറേ മനുഷ്യരെ ഈ മേഖലയിൽ കൊണ്ടുവരിക. ഇപ്പോഴും ഒരു കലാലോകത്ത് നടക്കുന്ന ചോദ്യമാണ് കല കലയ്ക്കോ കലാകാരനോ എന്നത്. തീർച്ചയായിട്ടും കലയ്ക്ക് മാത്രമല്ല കലാകാരനും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നൊരു സമൂഹമാണ് ഏറിയതുള്ളത്. എന്നാൽ ഞാൻ അതിനോടൊപ്പം കലയ്ക്ക് കൂടി പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് നാടൻപാട്ടിൽ പലതരത്തിലും പുനരാവിഷ്കാരങ്ങൾ നടക്കുമ്പോൾ ആ പാട്ടിൻ്റെ സ്വത്വത്തിൽ നിന്ന് അത് ഏറെ അന്യമാകുന്നു. അതിൻ്റെ തനതായിട്ടുള്ള സ്വഭാവം, തനിമ എന്നുള്ളതൊക്കെ ഒരു ശുദ്ധവാദമാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മളെ പാട്ടുകൾ, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ. പക്ഷേ ചില പാട്ടുകൾക്ക് അതിൻ്റെ സാഹിത്യത്തിനൊക്കെ വലിയ അർത്ഥമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയുക നാടൻ പാട്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്, ആർക്കും എന്തും പാടാം അല്ലെങ്കിൽ എങ്ങനെയും പാടാമെന്ന്. പക്ഷെ അതിനകത്ത് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്, അതിൻ്റെ സാഹിത്യത്തിന് മൂല്യമുണ്ട് എന്നൊരു ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഈ ഇപ്പോൾ കൂടുതൽ ഈ നാടൻ പാട്ടിനോട് ഇത്രയും ഒരു ആകർഷണം ആവാനുള്ള കാരണം എന്താണ്? ഏകദേശം ഇന്നു മുതൽ തുടങ്ങി ഇത് ഈ നാടൻ പാട്ട് മേഖലയിലേക്ക് വരാം? ഞാൻ ആദ്യം ശരിക്ക് കർണാടക സംഗീത വിദ്യാർത്ഥിയാവുകയും കുറച്ചുകൂടെ മറ്റു പാട്ടുകൾ പാടുക ചെയ്തത്. അവിചാരിതമായിട്ടാണ് നാടൻ പാട്ടിൽ വരുന്നത്. അപ്പോൾ വായ്ത്താരി ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ് ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു ശില്പശാലയിൽ നിന്നാണ് ബാലവേദിയുടെ ഒരു ബാലസഭ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ, കുടുംബശ്രീയുടെ കീഴിലുള്ള. ഞാനന്ന് അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതിന്റെ ക്യാമ്പിൽ വെച്ചാണ് വായ്ത്താരി ശങ്കരൻകുട്ടിയായിട്ട് നമ്മൾ പാടിയിട്ടുള്ള മഴപ്പാട്ട്, കുട്ടല് കണ്ടല് എന്ന് പറയുന്ന ആ പാട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. അറിയോ പാട്ട്? അത് പാടാം. ശരി. പുട്ടല് കണ്ടല് പുള്ളിക്കീര എന്റെ തൂവര് മാവേ തൂവര്, പുട്ടല് കണ്ടല് പുള്ളിക്കീര എന്റെ തൂവര് മാവേ തൂവര്, തൂവര് മാവേ തൂവര് മാവേ തൂവര് മാവേ തൂവര് മാവേ തൂവര് മാവേ ഹൊയ് ഹൊയ് തൂവര് മാവേ തൂവര് മാവേ ഹൊയ് ഹൊയ് തൂവര് മാവേ. എന്നെ തന്തിനെ പിടിച്ചോണ്ടും പോണേ കാളിബിരണാട്ടി കാളിബിരണാട്ടി, തൂവര് മാവേ തൂവര് മാവേ തൂവര് മാവേ തൂവര് മാവേ, പുട്ടല് കണ്ടല് പുള്ളിക്കീര എന്റെ തൂവര് മാവേ തൂവര്, പുട്ടല് കണ്ടല് പുള്ളിക്കീര എന്റെ തൂവര് മാവേ തൂവര്. ഇതാണ് അന്ന് പാടിയ പാട്ട്. അതെ അതെ, ആദ്യമായിട്ട് കേട്ടത് ഈ പാട്ടാണ്. നമ്മള് ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യാൻ വേണ്ടി മഴ ആഘോഷത്തിൽ കുട്ടികൾ പാടുന്ന പാട്ടാന്ന് പറഞ്ഞിട്ടാണ് പാടിയത്. പിന്നീട് മണ്ണമ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലുകയും ഭാരതി വായനശാലയുടെ കീഴിൽ പ്രശാന്ത് മണ്ണമ്പറ്റ എന്ന് പറഞ്ഞിട്ടൊരു അതിപ്രശസ്തനായിട്ടുള്ള ഒരു നാടൻകലാ പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു നാടൻ പാട്ട് സംഘത്തിൽ ആദ്യമായിട്ട് ശരിക്കും കഥകളി സംഗീതത്തിന് ഒരു കഥകളി പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിചാരിതമായിട്ട് അവിടെ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പാട്ട്, അതായത് ഒറ്റയ്ക്ക് പാടുന്ന ഒരു കാലത്ത് കൂട്ടമായിട്ട് പാടുന്നൊരു പാട്ട് നമുക്ക് അതിശയം തോന്നും. ആ ഒരു കുട്ടിയിലെ നമുക്ക് അങ്ങനെ ഇതുണ്ടാവുമല്ലോ. അപ്പം കൂട്ടമായിട്ട് പാടുമ്പോൾ എന്തോ അവർക്ക് ആ ഒറ്റയ്ക്ക് പാടുന്നതിനേക്കാൾ എന്തോ ഒരു പ്രതീക്ഷിക്കാത്തൊരു ഊർജം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുവരെ ഞാൻ എത്തിപ്പെടാത്തൊരു പാട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു തോമസ് എന്തോണ് ആ കുട്ടിയുടെ പാട്ട്, അന്ന് മെയിൻ പാടിയെന്ന പാട്ട്. അപ്പൊ ആ കുട്ടിയുടെ കോറസ് പാടാൻ എല്ലാവരും പാടിയപ്പോൾ എന്നോടും പറഞ്ഞു, പ്രശാന്ത് ഏട്ടൻ അനീഷ് കൂടെ പാടുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ഏട്ടാ എനിക്ക് അറിയില്ല, പാടിക്കോ പറഞ്ഞു. അങ്ങനെ പഠിച്ചു തുടങ്ങിയതാ ശരിക്കും. പിന്നീട് അപ്പോൾ പ്രശാന്ത് ഏട്ടൻ തോന്നി ഒരു പാട്ട് എന്നെ കൊണ്ട് തന്നെ പാടിക്കാം. അതാണ് പിന്നെ അക്കാണും മുണ്ടെടുത്തേ എന്നുള്ളൊരു പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ അത് പാടിയത്. അത് നമുക്കൊന്ന് പാടി നോക്കാം. തെയ്യോ തകതാര തകതെയ്യത്തിനം ദിനം താര,
തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര അക്കണം മുണ്ടുടുത്തേ പെണ്ണെ നീട്ടിയുടുത്ത പഴേ തകതെയ്ത അപ്പഴ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ തകതെയ്യ തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര പീലിത്തല മുടിയേ പെണ്ണെ ചാച്ചിട്ടു കെട്ടുമ്പഴേ തകതെയ്ത അപ്പഴ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ തകതെയ്ത തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര തെയ്യോ തകതാര തക തെയ്യത്തിനന്ദിനന്താര. ഇന്ന് ഒരുപക്ഷെ അത് മറ്റൊരു ഈണത്തിൽ പാടി കേട്ടപ്പോ എനിക്ക് ഇതുപോലെ ദ്രുത താളത്തിൽ പാടുന്ന പാട്ട്, ചില മെലഡി പാട്ട് പാടുമ്പോൾ അത് ഇഷ്ടമുണ്ട്. അപ്പൊ അതിന്റെ പിന്നാമ്പറ അന്വേഷിച്ചപ്പം തന്റെ ഭർത്താവ് മരിച്ചു, ഒരു പെൺകുട്ടിയുടെ. അപ്പം ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അമ്മ പറയുന്നത് അത്ര ഇത്. ഇതിന്റെ അർത്ഥം എന്താണ് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എങ്കിലും ചോദ്യം എങ്ങനെയാണെന്ന് പറയുന്നത്. അത് മെലഡി ആയിട്ട് ഇപ്പൊ ഇക്കാലത്ത് വളരെയധികം സജീവമായിട്ട് വരുന്ന ഒരു പാട്ടാണ്. അത് അക്കാണും മുണ്ടുടുത്തേ പെണ്ണെ നീട്ടിയുടുത്തപ്പഴേ ലപ്പളെ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ പീലിത്തല മുടിയേ പെണ്ണെ ചാച്ചിട്ടു കെട്ടുമ്പഴേ ലപ്പഴെ ഞാൻ പറഞ്ഞോ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ ആ തെയ്യത്തിനന്ദിനന്തോന്താരാ തെയ്യത്തിനന്ദിനന്തോ തെയ്യത്തിനന്ദിനന്തോൻ താരാ തെയ്യത്തിനന്ദിനന്തോ അക്കാണും മാവിലല്ലോ പെണ്ണെ മാമ്പഴം തിന്നപ്പഴേ ലപ്പഴെ ഞാൻ പറഞ്ഞോ പെണ്ണെ കെട്ടിയ മാരനുണ്ടേ ആ തെയ്യത്തിനന്ദിനന്തോ താരാ തെയ്യത്തിനന്ദിനന്തോ തെയ്യത്തിനന്ദിനന്തോ താരാ തെയ്യത്തിനന്ദിനന്തോ. ഞാൻ ഈ നാടൻപാട്ട് അരങ്ങേറ്റം നടന്നത് അയമ്പള്ളി വിഷ്ണു ക്ഷേത്രം ഉണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, ശിവരാത്രി ദിവസമാണ്. അന്ന് രാവിലെയാണ് എന്റെ ഓട്ടംതുള്ളൽ അരങ്ങേറ്റം കഴിയുന്നത്. സാധാരണ ഈ ഓട്ടംതുള്ളൽ, അതെ, ഈ നടൻപാട്ടും ഇത് തമ്മിലൊരു മാച്ച് ഇല്ലാത്തതാണ്. അത് പെട്ടെന്ന് കൈവയ്ക്കില്ല. അതെന്താ വെച്ചാല്, ഒന്ന് എനിക്ക് നൃത്തം ചെയ്ത് പാടി നൃത്തം ചെയ്യാന്ന് പറയുന്നത് ഈ ഹരികഥാഗാനം പോലെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വേദിയിൽ നമ്മൾ നടൻപാട്ട് അവതരിപ്പിക്കുമ്പോഴും എനിക്ക് പെർഫോം ചെയ്ത് പാടാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ലയിച്ച് പാടാനും ആസ്വദിച്ച് പാടാനും ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം ഈ തുള്ളലിന്റെ വേഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി, ഒരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ആദ്യം പയ്യനടം ഗോപാലകൃഷ്ണൻ തൊട്ട് ആശാന്റെ കീഴിലാണ് പഠിച്ചു തുടങ്ങിയത്. അന്ന് പയ്യനടം ഗോപാലകൃഷ്ണൻ, കുമരമ്പത്തൂർ മണികണ്ഠൻ, രണ്ട് ആശാന്മാരത്താണ് പഠിച്ചത്. പക്ഷെ പിന്നീട് അത് വേറൊരു ശൈലിയായിരുന്നു. അപ്പോഴാണ് കലാമണ്ഡലം സിലബസ് പഠിക്കണം എന്നൊരു മോഹം തോന്നിയത്. ശരിക്കും കലാമണ്ഡലത്തിലല്ല പഠിച്ചത്, കലാമണ്ഡലത്തിന്റെ കോഴ്സാണ്. അതായത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകമുണ്ട്, നമ്പ്യാരുടെ ഗൃഹമുണ്ട് കലക്കത്ത് പോകണം, അവിടെ കലാമണ്ഡലം നടത്തുന്ന കോഴ്സ്. കലാമണ്ഡലം തന്നെയാണ് പരീക്ഷയും, കലാമണ്ഡലം തന്നെയാണ് അധ്യാപകരൊക്കെ. അപ്പം അങ്ങനെ കലാമണ്ഡലം ഡിപ്ലോമയാണ് തുള്ളൽ കഴിഞ്ഞത്. അപ്പം അതേ ദിവസം വൈകുന്നേരം കഥകളിപ്പാട്ട് പാടാനോ പിന്നെ മറ്റ് സംഗീത ശാഖകളിൽ ഇടപെടാൻ പോയ ഒരാള് അവിചാരിതമായിട്ട് നാടൻപാട്ട് അരങ്ങേറ്റം നടന്നു. അവിടുന്ന് ഇങ്ങോട്ട് രണ്ടും ഒരുപക്ഷെ എന്നെ രണ്ട് മേഖലയും എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ തുള്ളലില് കേരള ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് വരെ തുള്ളൽ മേഖലയിൽ കിട്ടി. അതുപോലെ കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മാരക അവാർഡും തുള്ളലില് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരുപക്ഷെ നാടൻ പാട്ടുകാരന് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാൾ ആ മേഖല എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ശരിക്ക് സംഗീതത്തില് ബിരുദവും ബിരുദാനന്ത ബിരുദവും കഴിഞ്ഞതാണ്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ BA മ്യൂസിക്, ചെമ്പൈ മ്യൂസിക് കോളേജിൽ MA കഴിഞ്ഞ് പിന്നെ മലയാള സർവകലാശാലയിൽ രണ്ടാമത് MA കൂടെ ചെയ്തു. MA മലയാളം. അത് ശരിക്കും MA ഫോക്ലോർ ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ ഒരേ യൂണിവേഴ്സിറ്റിയിൽ 2 MA പറ്റില്ല. ഫോക്ലോർ MA ഉള്ളത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് മലയാള സർവകലാശാലയിൽ PGക്ക് സ്പെഷ്യൽ ഫോക്ലോറിന്റെ കുറെ സബ്ജക്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് MA മലയാളം സംസ്കാര പൈതൃക പഠനം എടുത്തു. ഇപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടെ മലയാള സർവകലാശാലയിൽ തന്നെ
കൾച്ചറൽ സ്റ്റഡീസിൽ നമ്മൾ ഈ നാടൻ കലകളുമായി ബന്ധപ്പെട്ട വിഷയം എടുത്ത് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഡോക്ടർ അനീഷ് എന്ന പേരിൽ വന്നു നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. അടുത്ത ഒരു ഇതുപോലെ ഇന്റർവ്യൂ നമുക്ക് അപ്പോ സന്തോഷം. പാട്ടുകൾ എഴുതുന്ന വല്ല സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എഴുതാറുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പല പാട്ടുകളും പക്ഷെ ഇത് ഇന്ന പാട്ട് എൻ്റെതാണെന്ന് പറഞ്ഞ് പാടാനെന്നുള്ള ഇതില്ല. പക്ഷെ പലപ്പോഴും ചില വേദികളിൽ ചെല്ലുമ്പോൾ ആ വേദിയിലെ ക്ഷേത്രങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പല പാട്ടുകളും അങ്ങനെ ചിട്ടപ്പെടുത്തി ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് നമ്മുടെ പെരുമ്പടപ്പ് മണിയേട്ടൻ്റെ ഒരു പാട്ടുണ്ട്. അത് ആ പാട്ട് ചിലപ്പോൾ ഞാൻ പാടി തീർക്കുമ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ട് എത്ര തേപ്പ് കിട്ടി എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കരുതിയിട്ടല്ല. പക്ഷെ അത് സ്വാഭാവികമായിട്ട് നമുക്ക് അതിനൊരു ആത്മാവ് കിട്ടുന്നതുകൊണ്ടാണ്. പാട്ട് ഇഷ്ടമാണ്. അതെ, ആ പാട്ട് ഇഷ്ടം. അതേപോലെ നമ്മുടെ പിന്നെ ഇക്കൊല്ലം കാവിലെ വേല എന്ന് പറഞ്ഞിട്ട് അതും പക്ഷെ ഭയങ്കര ഇമോഷണലി ഉള്ള ഒരു പാട്ടാണ്. ഇത് ഞാൻ പാടിയിട്ട് അതും ഇതേപോലെ തന്നെ കുറെ എക്സ്പീരിയൻസ് വേദിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മണിയേട്ടന്റെ പാട്ട് പാടുക പാടാം. തീർച്ചയായിട്ടും. പഞ്ചാരക്കട്ടേ പാടിടാമോ പുന്നാരച്ചുണ്ടിൽ തേൻ തരാം ഞാൻ. പഞ്ചാരക്കട്ടേ പാടിടാമോ പുന്നാരച്ചുണ്ടിൽ തേൻ തരാം ഞാൻ. പഞ്ചാരക്കട്ടേ പാടിടാമോ പുന്നാരച്ചുണ്ടിൽ തേൻ തരാം ഞാൻ. പഞ്ചാരക്കട്ടേ പഞ്ചാരക്കട്ടേ പാടിടാമോ എന്താണു പെണ്ണേ പൂങ്കരളേ കരിമഷി കണ്ണിൽ കണ്ണുനീരേ. എന്താണു പെണ്ണേ പൂങ്കരളേ കരിമഷി കണ്ണിൽ കണ്ണുനീരേ. പഞ്ചാരക്കട്ടേ പഞ്ചാരക്കട്ടേ പാടിടാമോ മുത്തുപൊഴിയുന്ന പുഞ്ചിരിയും പൂങ്കുയിൽ പാട്ടിൻ ചേലല്ലേ നീ. മുത്തുപൊഴിയുന്ന പുഞ്ചിരിയും പൂങ്കുയിൽ പാട്ടിൻ ചേലല്ലേ നീ. പഞ്ചാരക്കട്ടേ ഒന്നിച്ചു കഴിയാൻ യോഗമില്ലേ ഈ ലോകം വിട്ട് പോയിടാം ഞാൻ. ഒന്നിച്ചു കഴിയാൻ യോഗമില്ലേ ഈ ലോകം വിട്ട് പോയിടാം ഞാൻ. പഞ്ചാരക്കട്ടേ പാടിടാമോ പഞ്ചാരക്കട്ടേ പാടിടാമോ പുന്നാരച്ചുണ്ടിൽ തേൻ തരാം ഞാൻ. പഞ്ചാരക്കട്ടേ
പാടിടാമോ പുന്നാരച്ചുണ്ട് കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് 2018 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മണ്ണാർക്കാടിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ വിവിധ പ്രായത്തിലുള്ള കുട്ടികളെ ഞാൻ കലാലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 2010 തന്നെ കുറേ പേരെ അങ്ങനെ കൊണ്ടുവന്നാണ്. എൻ്റെ മുത്തശ്ശൻ്റെ പ്രായമുള്ള ആളുകൾ വരെ എൻ്റെ ശിഷ്യന്മാരാണ്. കുഞ്ഞു കുട്ടികൾ വരെ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും നാടൻപാട്ട് സംഘം എന്നുള്ള ഞാൻ പലപ്പോഴും ഈ പലതിനോടും എഗ്രി ചെയ്യാറില്ല. അതാണ് എന്നെ ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് എനിക്ക് ശത്രുഭാവം തോന്നാൻ കാരണം ഞാൻ കോംപ്രമൈസിന് കഴിയല്ല പലപ്പോഴും. എല്ലായ്പ്പോഴും നല്ല പറഞ്ഞത് പല സംഘങ്ങളിൽ ഞാൻ ഗസ്റ്റായിട്ട് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല രീതിയിലും പാട്ടുകളെ വികലമാക്കി പാടുമ്പോൾ അതിൻ്റെ ആത്മാവ് തന്നെ ഇല്ലാതാക്കി പാടുമ്പോൾ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അവരെ എതിർക്കാൻ നിൽക്കാറില്ല. ഞാൻ പിന്നെ പൊതുവെ അവിടേക്കാണ് പോകാറില്ല. ഇപ്പോൾ നമ്മുടെ സംവിധാനം വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പരിപാടികൾ ചെയ്യുക, ആളുകളെ തൃപ്തിപ്പെടുത്തുക, അങ്ങനെ ആളുകൾ തൃപ്തിപ്പെടുന്നതോട് കൂടി നമ്മളെ പാട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും പരിചയമായിട്ടുള്ള കടുവയിൽ വന്ന പാട്ടിൻ്റെയൊക്കെ അതിൻ്റെ ഉറവിടം തേടി ഞാൻ പോയിട്ടുണ്ട്. അവരടുത്ത് പോയിട്ട് ആ പാട്ടിൻ്റെ ഒറിജിൻ പരമാവധി കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒറിജിൻ കേട്ട എന്നെ സംബന്ധിച്ച് ഇത്തരം ഫിലിമിൽ ഇതിൻ്റെ മൂഡ് ചേഞ്ച് ചെയ്തൊക്കെ പാടുമ്പോൾ പലപ്പോഴും അവരോട് ആശയപരമായ വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ആവോദാമാനം എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലോ, ശരിക്കും അവര് ആവോദാമാനം ഇപ്പൊ ഈ താളം കൊടുക്കുന്ന പോലെയൊക്കെ എടുക്കുന്നല്ലാതെ യഥാർത്ഥത്തിൽ ആയേ രാമോനെ എന്നാണ് യഥാർത്ഥത്തിൽ. അത് വരൂ ആത്മാവേ നിങ്ങൾക്ക് എന്ത് തന്നാലാ മോക്ഷം കിട്ടുക എന്ന് പറയുന്നൊരു വലിയൊരു സങ്കല്പം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് 3 തരം പാട്ടുകളെ സംയോജിപ്പിച്ചാണ്. പക്ഷെ അങ്ങനെയൊക്കെ അത്തരം ചില കാര്യങ്ങളുണ്ട്. അത് വ്യക്തിപരമല്ല, വ്യക്തികളോടൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലുള്ള ബഹുമാനവും ആദരവും ഒക്കെ എപ്പോഴും ഉണ്ട്. ആശയപരമായിട്ട് ചിലപ്പോൾ വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പതുക്കെ അവിടുന്ന് മാറിപ്പോകാറുണ്ട്. ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും 5 ആൺമക്കളാണ്. പഞ്ചപാണ്ഡവരാന്ന് പറയാം. എല്ലാവരും കലാമേഖലയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അവരെല്ലാവർക്കും വിവിധ കലകളുമായിട്ടാണ് ബന്ധം. പലപ്പോഴും എൻ്റെ നേരെ താഴെയുള്ള ആളുടെ അടുത്ത ആള് കുറച്ച് എൻ്റെ കൂടെയൊക്കെ വരാറുണ്ട്. പക്ഷേ ആൾ കൂടുതൽ എഴുത്താണ്, പോയറ്ററാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് പോയൊക്കെ എഴുതും. അയാൾ MA ഇംഗ്ലീഷാണ്. അപ്പോൾ ആള് എഴുത്തിൻ്റെ ലോകത്താണ് കൂടുതൽ നിൽക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. ആരെങ്കിലും അങ്ങനെ പാട്ട് പാടുന്നവരാണെന്ന് വെച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മാമ്മയ്ക്ക് എന്നെ രാജേഷ് ബാബു എന്നുകൊണ്ട് എനിക്കൊരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മ എന്നിട്ട് പാടും. ഇപ്പം ആള് കാസർഗോഡ് ഒരു സ്പെഷ്യൽ സ്കൂളിൽ ആക്ടിങ് HM ആണ് അവിടുത്തെ. അപ്പം മാമയാണ് ശരിക്ക് മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അവരെല്ലാവരും മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരാണ് താമസിക്കുന്നത്. ഞാനാണ് അമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരുകയും മണ്ണാർക്കാട്, പിന്നെ അനീഷ് മണ്ണാർക്കാട് എന്ന ഒരു പേര് സ്വീകരിക്കുകയുണ്ടായത്. പുരസ്കാരങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു. പുരസ്കാരങ്ങൾ 2017 ആദ്യത്തെ പുരസ്കാരം കിട്ടുന്നത്. അത് ഒരു സ്വകാര്യ സംഘടനയാണ്. പക്ഷെ അത് ഏറ്റുവാങ്ങിയ ആളാണ് എനിക്ക് പ്രത്യേകത. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബാലസഭയുടെ ഭാഗമായിട്ട് വന്നത്. അപ്പൊ ബാലസഭയിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഉബൈദ് ചങ്ങലേരി വന്ന്. അദ്ദേഹം വളരെ നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ക്യാൻസർ ബാധിതനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കുള്ള ആദ്യത്തെ അവാർഡ് രഹന എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് ഗായിക ഉണ്ടല്ലോ, അവരുടെ കൂടെ എനിക്കാണ് ലഭിച്ചത്. അന്നത് വാങ്ങിയത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൽ നിന്നാണ്. അതാണ് ആദ്യത്തെ എൻ്റെ അവാർഡ് എന്ന് പറയുന്നത്. പിന്നീട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ധാരാളം അവാർഡ്, ഇപ്പം കോഴിക്കോട് പാട്ടുകൂട്ടത്തിന്റെ മണിമുഴക്കം അവാർഡ് ഉൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ തുള്ളലില് മണലൂർ തുള്ളൽ കളരിയുടെ കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി അവാർഡ്. സർക്കാർ തലത്തിലുള്ള അവാർഡ് എന്ന് പറയുന്നത് 2018 സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ്. പിന്നീട് അടുത്തത് കിട്ടിയത് നമ്മുടെ യുവജനക്ഷേമ വകുപ്പിന്റെ സ്വാമി വിവേകാനന്ദ യുവപ്രതിഭ അവാർഡ്. അത് കഴിഞ്ഞ് കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ അവാർഡ്. അതിനിടയിലാണ് സെൻട്രൽ മിനിസ്ട്രിയുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ CCRT ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് വന്നത്. പിന്നെ ഇപ്പോൾ തുള്ളലില് ക്ഷേത്രകലാ അക്കാദമിയുടെ യുവപ്രതിഭ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇതാണ് പറയത്തക്ക വലിപ്പത്തിലുള്ള, അല്ലെങ്കിൽ എല്ലാം ചെറുതും വലുതെല്ലാം എനിക്കൊരു പ്രിയപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഊർജ്ജം മാത്രം. നമുക്ക് എന്തായാലും ഒരു പാട്ട് കൂടി പാടി സന്തോഷം. നമുക്ക് പാടാം. 2012-14 ആ ഒരു കാലഘട്ടത്തിൽ കോലോത്തടി നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
വളരെ ആത്മാർത്ഥമായിട്ട് നാടൻ കലാരംഗത്ത് പ്രത്യേകിച്ച് അവരുടെ പാരമ്പര്യ പാട്ടിൽ ഇടപെടുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛൻ കൂടിയാണ്. എൻ്റെ ആദ്യത്തെ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഞാൻ അവരോധിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കേട്ടുപഠിച്ചൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് ചെന്നൊരു പാട്ടാണ് തുകിലുണർത്ത് പാട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുപുറത്ത് ഇക്കാലത്ത് ഓണത്തിനാണ് പിന്നെ വന്നിരുന്നത്. പക്ഷേ തുകിലുണർത്ത് പാട്ട് ശരിക്കും തിരുവാതിരയ്ക്കാണ് നമ്മളെ വീടുകളിൽ വന്നിരുന്നത് അത്ര. അപ്പൊ നമ്മളെ വീടുകളിൽ വന്ന് അവരുടെ കലാകാരനും കലാകാരിയും, അതായത് അവരുടെ ജാതി ഞാനിവിടെ പരാമർശിക്കുന്നില്ല, പക്ഷെ പാടുന്നവൻ പാടുന്നവൾ എന്ന അർത്ഥത്തിലാണ് അവരുടെ ജാതി നാമം വന്നിട്ടുള്ളതെന്നാണ്. പാടി പാടൻ, അങ്ങനെ പാടിയും പാടനും നമ്മുടെ വീടുകളിൽ വന്ന് അവരെ കാണുന്ന ശിവനും പാർവതിയായിട്ടാണ് അത്ര. അപ്പൊ അവര് വന്ന് പാടുന്ന ഒരു പാട്ടാണ് ശരിക്കത്. ഞാനിത് പറയാൻ കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഇനി നാളെ വേറെ ആരും പറയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ. 3 ഘട്ടങ്ങളിൽ ഇവർക്ക് പാട്ടുണ്ട്. ഒരുപാട് പാട്ടുകളും കളികളും ഇവർക്ക് ഉണ്ടെങ്കിലും ഒന്ന് തിരുവാതിരയ്ക്ക് ഇവര് തുകിലുണർത്ത് പാടും, ഓണത്തിന് ഓണപ്പാട്ട് പാടും, അതുപോലെ തന്നെ കർക്കിടകത്തില് ശീവോതി പാട്ട് പാടും. ഇങ്ങനെ 3 പാട്ടുകളാണ്. ഒരുപക്ഷെ ഇവര് ജീവിതം കഴിയാനും എത്ര വീടുകൾ കയറി പാടിയാലാണ് അവർക്ക് സാമ്പത്തികം കിട്ടുക. അപ്പൊ അതുകൊണ്ട് അവരെന്ത് സംഭവിച്ചു, പല പാട്ടുകളും കൂട്ടി യോജിപ്പിച്ചൊക്കെ പാടിയതുകൊണ്ട് ഈ പാട്ടിനെ വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം 2014 കലോത്സവങ്ങളിലൂടെ ഈ കൊണ്ടുവന്ന ഒരു പാട്ടിനെ നമുക്കൊന്ന് പാടി നോക്കാം. ലരകാരാം ശിവ ശിവ ശിവൻ തന്റെ തിരുനാമം നാട്ടുടയ നല്ലച്ഛനെ പോറ്റിയേ തുകലോണരെവിടെ നിന്ന് വന്നുള്ളോരെ തൃക്കാക്കരയപ്പൽ മാദേവരെ തിരുമുല്ല മലയിൽ നിന്ന് വന്നുള്ളോരെ മാദേവരെ മാദേവൽ വന്നതാ നടുമുറ്റത്തെ ഉറയ്ക്കുന്നേ പൊന്നിൽ ശ്രീ പീഠത്തുമ്മേ ഇരുന്നരുളൂ മാദേവരെ കെട്ട പെണ്ണിൽ മുടിയഴകിയേ ചവതുള്ളല്ലേ ഭഗവാനേ എറുത്തുവച്ച പൂവതും മേലെ ചമതുണ്ടെന്നെ ഭഗവാനോ നിറച്ചുവച്ച നിറച്ചപ്പുമ്മേ ചമതുണ്ടെന്നെ ഭഗവാനേ കൊളത്തി വച്ച ദീപത്തുമ്മേ തപസുണ്ടെന്റെ മാദേവരെ അരിച്ചാന്താൽ അണിയുന്നത് മാദേവർക്ക് അലങ്കാരം കതിരു കെട്ടി അണിയുന്നത് മാദേവർക്ക് അലങ്കാരം വാലിട്ടു കെട്ടി അണിയുന്നത് മാദേവർക്ക് അലങ്കാരം നാലു കെട്ടി അണിയുന്നത് മാദേവർക്ക് അലങ്കാരം മാദേവൽ വന്നങ്ങതാ നടുമുറ്റത്ത് ഉറയ്ക്കുന്നേ പൊന്നിൻ ശ്രീ പീഠത്തുമേൽ ഇരുന്നരു